നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഏപ്രിൽ മാസത്തെ ഫലമാണ് 27 നക്ഷത്രങ്ങളും ഉൾക്കൊള്ളുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഫലം. 2-ാം തീയതി ചൊവ്വ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. 14-ന് സൂര്യൻ മേടം രാശിയിലേക്കും 10-ന് ബുധൻ മീനത്തിലേക്കും ശേഷം 30-ന് മേടത്തിലേക്കും പ്രവേശിക്കുന്നു. 19-ന് ശുക്രൻ മേടത്തിൽ നിന്നും ഇടവം രാശിയിലേക്ക് പോകുന്നു. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. സ്വന്തം രാശിയിൽ ശുക്രൻ 2ഉം 7ഉം ഭാവാധിപനായ ശുക്രൻ നിൽക്കയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം, ദാമ്പത്യസുഖം, അതുപോലെ തന്നെ വിദേശയാത്ര, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ മറ്റ് വീട്ടുപകരണങ്ങളോ ലഭിക്കുക, വീടിൻ്റെ അന്തരീക്ഷം ആകർഷകമാക്കുക, ബാഹ്യവും ആന്തരികവുമായ അന്തരീക്ഷം മനോഹരമാക്കുക. ഈ മേടക്കൂറിൽപ്പെട്ട വ്യക്തികൾ തന്നെ കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ലാവണ്യവതികളായി മാറുക, അതല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ശാരീരിക വ്യക്തിത്വത്തിനും മാനസിക വ്യക്തിത്വത്തിനും ഒരു പുരോഗതി ഉണ്ടാവുക, ധനപരമായ നേട്ടമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ പൊതുവായി മേടമാസത്തിലുണ്ടാവണം. കാരണം പിന്നീട് ശുക്രൻ വീണ്ടും 19-ാം തീയതി പോകുന്നത് ഇടവത്തിലേക്ക് 2-ാം ഭാവത്തിലേക്കുമാണ്. അപ്പോൾ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. സ്വന്തം രാശിയിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴും 2 സ്വന്തം രാശി കൂടിയാണ്. 2ഉം 7ഉം ഭാവാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പോഴും 2-ാം ഭാവത്തിലേക്ക് സ്വക്ഷേത്ര ബലവാനായി പോകുമ്പോഴും ശുക്രൻ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ പൊതുവേ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശുക്രനെ കൊണ്ടുള്ള ഗുണങ്ങൾ ഏപ്രിൽ മാസത്തിൽ നല്ലതായി വരാനാണ് സാധ്യത. പൊതുവേ ശുക്രൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ദാമ്പത്യസുഖമാണ്. വിവാഹിതരായ വ്യക്തികൾക്ക് അവരുടെ കുടുംബം നല്ല രീതിയിൽ ഐശ്വര്യപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ വിവാഹിതരല്ലാത്തവർക്ക് അവർ പ്രണയിക്കുന്നവരാണെങ്കിൽ ആ പ്രണയം സാക്ഷാത്കരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇതൊന്നുമല്ല ഈ കൂടുതലായി പ്രേമിക്കുകയും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സമാഗമങ്ങളിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അത്തരം രീതികളിലൂടെ കടന്നു പോകാനും സാധിക്കുന്ന മാസമാണ് പൊതുവെ ഏപ്രിൽ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തരപ്പെടുന്നതായിരിക്കും. സഹോദര സ്ഥാനത്തുള്ളവരുടെ സഹായമോ അഭ്യുദയകാംക്ഷികളുടെ സഹായമോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഗുണവാനും ഗുണവതികളുമായ വ്യക്തികളുടെ സഹായങ്ങളും അനുഗ്രഹങ്ങളും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോകുവാനോ വിദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരുത്തുവാനോ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. പുതിയ വാഹനം വരാം. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ എന്നാൽ ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം ഇവരുടെ നയന സംബന്ധമായി ഇവർക്ക് രോഗമുണ്ടാകാനോ അല്ലെങ്കിൽ നേരത്തെ തന്നെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും നയന രോഗമോ ഹൃദ്രോഗമോ അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും ബലക്കുറവോ പ്രശ്നങ്ങളോ പേശി സംബന്ധമായ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം അവരുടെ പിതാവിന് രോഗാരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പൊതുവേ സാമ്പത്തികമായ ലാഭം ഏപ്രിൽ മാസത്തിലുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാകും. പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ മികവ് കാരണം മറ്റുള്ളവരാൽ, പ്രത്യേകിച്ച് സഹപ്രവർത്തകരാലും മേലധികാരികളാലും ഇവർ ആശംസിക്കപ്പെടാനും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരം ലഭിക്കാനും അല്ലെങ്കിൽ അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ ചൊല്ലി ശാരീരികമായ അവശതകളാൽ ചെറിയ പ്രശ്നങ്ങൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം. അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേടമാസം 1 മുതലാണ് വിഷു തുടങ്ങുന്നത്. അത് പ്രധാനമായും ഏപ്രിൽ മാസത്തിലാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു മംഗളകരമായ ഗുണവും ഇവർക്ക് ഉണ്ടാകണം. എന്നാൽ ഏപ്രിൽ ആദ്യ വാരം അല്ലെങ്കിൽ ഏപ്രിൽ 2-ാം വാരം 1ഉം 2ഉം വാരങ്ങൾ ഇവരുടെ അലച്ചിൽ അല്പം വർദ്ധിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ചില ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടായാലും കൂടുതലായി ഇവർക്ക് അധ്വാനിക്കേണ്ടി വരുന്നതായി കാണുന്നു. എന്നാൽ റിസൾട്ട് വളരെ മനോഹരമാവുകയും അവർക്ക് തൃപ്തി ആകുന്ന തരത്തിൽ അത് എത്തുകയും ചെയ്യുന്നതിനാൽ ഈ അലച്ചിലിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു നഷ്ടം അവർ സഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിതാവിന് ആദ്യ പകുതിയിലും അതുപോലെ തന്നെ 2-ാം പകുതിയിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ
മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഏപ്രിൽ ആദ്യ പകുതിയിലും, അതായത് ഏപ്രിലിൻ്റെ ആദ്യ 14-ന് മുമ്പും 14-ന് ശേഷവുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സാമ്പത്തികമായ വരവും പ്രവർത്തനങ്ങളിലെ വിജയവും ഇവർക്ക് വലിയ ഗുണത്തെ നൽകുന്നു. വാഹനം സൂക്ഷിച്ച് ഓടിക്കണമെന്നും ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും തീ, ഇലക്ട്രിസിറ്റി ഇതുമായി കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം എന്നും കാണുന്നു. നഷ്ടം ഉണ്ടാവുമ്പോൾ അത് പ്രത്യേകിച്ചും ശാരീരികമായ അവശതകളാലോ അപകടങ്ങളാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസോ വഴക്കോ ഒക്കെ കാലോ കുറച്ച് പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പണം കിട്ടുകയും ചെയ്യും, പണം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന അവസ്ഥ കാണുന്നു. പ്രോപ്പർട്ടി വിറ്റ് പണം വരാം, അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങുക ഒക്കെ ചെയ്യാം. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലും ഗുണം കാണുന്നു മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ പ്രധാനപ്പെട്ട സവിശേഷത, അധികാരികളുമായോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽപ്പെട്ട വ്യക്തികളുമായോ ഒക്കെ ചിലപ്പോൾ ചില കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഏപ്രിലിൻ്റെ 2ാം പകുതി മുതൽ. അടുത്തത് ഇടവക്കൂർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ, അതായത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 വൈകുന്നേരം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 10 സന്ധ്യ കഴിഞ്ഞ് 11, 12, 13, 14, 15 രാവിലെ 9:30 വരെയും, ശേഷം 17 ഉച്ചയ്ക്ക് ശേഷം 18, 19 ഉച്ചവരെയും, പിന്നെ 21 ഉച്ചയ്ക്ക് ശേഷം 22, 23 സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29, 30-ാം തീയതി ഉച്ചവരെയും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിലെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ ഗുണം ഈ മാസത്തിലും കാണുന്നു. പ്രത്യേകിച്ചും അവരുടെ ജോലിയിൽ മാറ്റമുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ രീതിക്ക് മാറ്റമുണ്ടാവാം, പ്രവർത്തനങ്ങളുടെ ആ ഒരു അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകാം. കുറച്ചുകൂടി കർമ്മത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ ഇഫക്റ്റീവായി ഫലപ്രദമായി ജോലി ചെയ്യത്തക്കവണ്ണമുള്ള ആശയങ്ങളോ ആവിഷ്കാരങ്ങളോ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അത് പൊതുവെ ഇവരുടെ സാമ്പത്തിക വർധനവിനാണ് വലിയൊരു അളവിൽ സഹായിക്കുന്നത് എന്ന് കാണുന്നു. എന്നാൽ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേ അറ്റത്തെ താല്പര്യത്തോടു കൂടി ഇവർ ഇടപഴകുമെങ്കിലും ഏകദേശം ഏപ്രിൽ മാസം 19 വരെ ഇത്തരം കർമ്മങ്ങളിൽ ഇവർ നന്നായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാസമോ വിമർശനങ്ങളോ വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് തന്നെ ഉണ്ടാകാം. അത് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ പ്രവർത്തന രംഗത്തോ തൊഴിൽ രംഗത്തോ കർമ്മരംഗത്തോ ആയാലും ശരി, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്രവർത്തനങ്ങളായാലും ശരി, അതല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന കാര്യത്തിലായാലും ശരി, ഈ പരസ്യമായ ഒരു വിചാരണയോ ആക്ഷേപമോ വിമർശനമോ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒടുവിൽ കേൾക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 19-ാം തീയതി വരെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് കാണുന്നു. എന്നാൽ ഏപ്രിൽ 19-ന് ശേഷം ഇവർക്ക് കുറച്ചുകൂടി ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ച് അവരുടെ തനതു വ്യക്തിത്വം കൂടുതൽ മനോഹരമാകുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് കൂടുതൽ ഒരു ഇഷ്ടം, താല്പര്യം ഇതൊക്കെ വർദ്ധിക്കുന്നതായി കാണുന്നു. ഇടവക്കൂറിൽപ്പെട്ട വ്യക്തികളുടെ ഏപ്രിൽ പകുതിക്ക് ശേഷം അവരുടെ വിവാഹ ജീവിതം വളരെ മനോഹരമായി മാറുന്നതാണ് കാണുന്നത്. ജീവിത പങ്കാളിക്ക് മനസന്തോഷം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് കാണുന്നു. സാമ്പത്തികവും അതുപോലെ തന്നെ സമ്മാനങ്ങളുമൊക്കെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ ജീവിത പങ്കാളിക്ക് നൽകുമെന്ന് കാണുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത്തരമൊരു പരിവർത്തനത്തിൻ്റെ, ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെ മാസമാണ് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾക്ക് കാണുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യത്തിൽ ഇവർക്കിപ്പോഴും അല്പം ബലമോ മനസമാധാനമോ ഉണ്ട്. ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നേരത്തെ തന്നെ ഒട്ടുമേ ധനമില്ല, ഇപ്പോഴും അത്തരം കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ ഈ മാസം പകുതിക്ക് ശേഷം, അതായത് ഏപ്രിൽ പകുതിക്ക് ശേഷം അവരുടെ ധനപരമായ കുറവുകൾക്കൊരു പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു. അതല്ല, സ്വതവേ ഇവർക്ക് മറ്റു ഗ്രഹങ്ങളുടെ 11-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലുമുള്ള നില കാരണം ധനപരമായ ഗുണം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെടുന്നതായി കാണുന്നു ഏപ്രിൽ പകുതിക്ക് ശേഷം. അതുപോലെ പ്രവർത്തനങ്ങളിലും കലാപരമായ പ്രവർത്തനങ്ങളിലും കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവരിലുമൊക്കെ തന്നെ തങ്ങളുടെ കർമ്മമേഖല ഏറ്റവും നന്നായി തിളക്കമുള്ളതാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ പൊതുവേ ധനപരമായ വരവ് ഏപ്രിൽ 14 വരെ
ഏപ്രിൽ മാസം പകുതി വരെ ഇടവക്കൂറിനുണ്ട്. ഇടവക്കൂറിന് ഏപ്രിൽ മാസം പകുതിക്ക് ശേഷം ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അവരുടെ അധികാരികളുമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. ഭൂമിയുടെ അല്ലെങ്കിൽ സ്വന്തം പ്രോപ്പർട്ടിയുടെ തറവാട്ടിലെ പ്രോപ്പർട്ടിയുടെ ഈ ഓഹരി അല്ലെങ്കിൽ അത് വിഭജിക്കുന്ന കാര്യത്തിൽ പിതാവുമായി തർക്കമുണ്ടാകാനോ അല്ലെങ്കിൽ കാരണവസ്ഥാനത്തുള്ള വ്യക്തികളുമായി കലഹമുണ്ടാകാനോ സാധ്യതയുണ്ട് ഏപ്രിൽ പകുതിക്ക് ശേഷം. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ടെങ്കിലും അതിൽ കൂടുതലായി അധ്വാനം വേണ്ടിവരുമെന്ന് കാണുന്നു. അധ്വാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പ്രതിഫലം കുറഞ്ഞതായി തോന്നാം, പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിലെ പകുതിക്ക് ശേഷം. അതുപോലെ ധനപരമായ കാര്യങ്ങളിൽ മാതാവിന് ഇവരെ സഹായിക്കാൻ സാധിക്കുമെന്നും എന്നാൽ മാതാവിന് രോഗാരിഷ്ടതകൾ വരുമെന്നും കാണുന്നു. പ്രത്യേകമായി ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റത്തെ പ്രവർത്തന താല്പര്യവും ആത്മാർത്ഥതയും കാണിക്കും. അതുകൊണ്ട് ധനപരമായ വരവിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ ദോഷം കാണുന്നില്ല. എന്നാൽ ഇതേ വസ്തുത തന്നെ ഇവരിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട കുറച്ചെങ്കിലും നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാരിൽ കുറച്ചു പേർക്കെങ്കിലും അവരുടെ മേലധികാരികളുമായി മാസം പകുതിക്ക് ശേഷം തർക്കിക്കാനോ കലഹമുണ്ടാകാനോ അതവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമോ ആശങ്കകളോ ഉണ്ടാക്കാനോ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. വരവ് വളരെ കൃത്യമായി കാണുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ സവിശേഷതയും കാണുന്നുണ്ട്. ഏപ്രിൽ 10 ശേഷം തങ്ങളുടെ കഴിവനുസരിച്ചുള്ള ഔദ്യോഗികമായ കയറ്റവും അതുപോലെ തന്നെ പുതിയ ജോലിയിൽ ഇവർക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കാനുള്ള അവസരവും കാണുന്നു. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 10 ശേഷം വളരെ വലിയ ചില ഔദ്യോഗിക പദവികളോ അവസരങ്ങളോ ഇവരെ തേടിയെത്തുമെന്ന് കാണുന്നു. ചിലപ്പോൾ കോൺട്രാക്ട് ബേസിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിലേക്ക് മാത്രം ചില പ്രത്യേക ജോലികളോ ഒക്കെ ചെയ്യുകയും അതിൽ നിന്ന് വളരെ വലിയ ബഹുമതികളും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതായും കാണുന്നു. ശാരീരികമായ അവശത ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം മാസം പകുതിക്ക് ശേഷം നയനരോഗത്തിനോ ഹൃദ്രോഗത്തിനോ അതുപോലെ തന്നെ ശാരീരികമായി മറ്റെന്തെങ്കിലും പേശി വാദസംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ത്രോട്ട് ഇൻഫെക്ഷനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ ലോവർ അബ്ഡമിൻ ഭാഗവും യൂട്രസിൻ്റെ ഭാഗവുമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായി പറയുന്നു. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളാണ്. 3, 4, 5, 6, 7 ദിവസങ്ങൾ നല്ലതാണ്. ശേഷം 13, 14, 15 രാവിലെ 15, 16, 17 ഉച്ചവരെയും അത് കഴിഞ്ഞാൽ 19 ഉച്ച കഴിഞ്ഞ് 20, 21 ഉച്ചവരെയും ശേഷം 23, 24, 25 രാത്രി 8 മണിവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സാമ്പത്തിക നേട്ടം മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് കൂടുതലായി കാണുന്നത്. കർമ്മരംഗത്ത് ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലപ്പോഴെങ്കിലും പരുഷമായ ചില വാക്കുകൾ മേലധികാരികളിൽ നിന്ന് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കേൾക്കേണ്ടി വന്നേക്കാം. എന്നാൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇത്തരം കാര്യങ്ങളിൽ വലിയ മാറ്റം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തന ശേഷി കാണുന്നു. തങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാവുന്നു. അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ ആക്ഷേപങ്ങളോ കേൾക്കേണ്ടി വന്നാലും അതൊന്നും ചെവിക്കൊള്ളാതെ തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നീതിപൂർവകമായി ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. പ്രത്യേകിച്ചും മാസത്തിൻ്റെ 2ാം പകുതിയിൽ ഇവർക്ക് മേലധികാരികളിൽ നിന്നും അനുകൂലമായ ഭാവങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ ഇടപെടൽ കൊണ്ട് കൂടുതലായി ഇവർക്ക് ഇവരുടെ പ്രവർത്തന രംഗത്ത് ശോഭിക്കാൻ സാധിക്കുന്നു. വരുമാന വർധനവ് ഉണ്ടാകുന്നു. ചെലവ് വർദ്ധിച്ചിരിക്കും എന്ന് കാണുന്നുണ്ട്. ആശുപത്രിവാസത്തിനും സാധ്യതയുണ്ട്. ബന്ധപ്പെട്ട വ്യക്തികൾ, പ്രത്യേകിച്ച് കാരണവസ്ഥാനത്തുള്ളവർ, അമ്മാവന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടു വരുന്ന ബന്ധുക്കൾക്കുമൊക്കെ ശാരീരികമായോ മറ്റ് അവരുടെ സഹായത്തിനോ പണം മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാലും പണം ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥ ആർക്കൊക്കെ കൊടുത്താലും ഇവർക്ക് ഈ മാസത്തിൽ സംഭവിക്കില്ല എന്ന് വേണം കാണാം. ജോലിയിലെ മാറ്റം വളരെ സ്വാഗതാർഹമാണ് മിഥുനക്കൂറിലെ നക്ഷത്രക്കാർക്ക്. അതിന് വളരെ വലിയ ഈശ്വരാനുഗ്രഹം ഇവർക്ക് കാണുന്നുണ്ട്. പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ, പ്രത്യേകിച്ചും ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശത്തു പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവരിൽ ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗമായിട്ടോ ചില ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് വലിയ ആയുസ്സൊന്നുമില്ല. പ്രത്യേകിച്ചും
10-ാം തീയതിക്ക് ശേഷം അത് കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതിന് ഇവരുടെ ആശങ്കകൾക്കൊന്നും കാര്യമില്ലെന്നും കൃത്യമായ ഭാഗ്യം കൊണ്ടും ഇവരുടെ കഠിനാധ്വാനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും അവരുടെ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് ഗുണമുണ്ടെന്നും അതുപോലെ തൊഴിലിൽ തങ്ങളുടെ സ്കില്ല് ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് മുന്നേറാൻ അവർക്ക് സാധിക്കുമെന്നും ഉറപ്പ് നൽകുന്ന ചില പ്രവർത്തനങ്ങൾ ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം, പഠനരംഗം അത് വിജയത്തിൻ്റെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആശങ്കകൾ വെറുതെയാണെന്ന് മനസ്സിലാവുന്നു. എന്നാലും 10-ാം തീയതി വരെ അത്തരം ആശങ്കകൾക്ക് ഇവരെ തളർത്താൻ കഴിയുമെന്നും മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവരുമായി ചിലപ്പോൾ കലഹമുണ്ടാവുകയോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സഹോദര സ്ഥാനത്തുള്ളവർക്കും അല്ലെങ്കിൽ അടുത്ത വ്യക്തികൾക്കുമൊക്കെ ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരുടെ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളോ അടുത്ത അഭ്യുദയകാംക്ഷികളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അവർക്ക് അവരുടെ പ്രവർത്തന രംഗത്തെ മേലധികാരികളുമായോ ഭരണകർത്താക്കളുമായോ ഒക്കെ ഇടയേണ്ടി വരും എന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എല്ലിനും അതുപോലെ തന്നെ മുഖരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. അതുപോലെ നീർദോഷത്തിൻ്റെ അസുഖങ്ങളും സൈനസൈറ്റിസ് പോലെയൊക്കെയുള്ള അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും കാണുന്നുണ്ട്. അവരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്കും കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ എന്തായാലും ഇവർക്ക് ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും മുന്നേറാൻ സാധിക്കും. ഏപ്രിൽ മാസത്തിൽ പൊതുവെ ധനപരമായിട്ട് നല്ല നേട്ടമുണ്ടാകും. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം അനുകൂലമാണ്. ചിലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടിയോ ഇവരുടെ ഏറ്റവും അടുത്ത ആശ്രിതർക്ക് വേണ്ടിയോ ആശുപത്രി, രോഗം, അതല്ലെങ്കിൽ മറ്റു ചില സഹായങ്ങൾ ഇതിനു വേണ്ടിയൊക്കെ പണം മുടക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തികം ഒരു പരാധീനതയായി മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൽ കാണുന്നില്ല. ഏപ്രിൽ മാസത്തിലെ നല്ല ദിവസങ്ങൾ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 1, 2, അതിനുശേഷം 5 വൈകുന്നേരം, 5 വൈകുന്നേരത്തിന് ശേഷം 6, 7, 8, 9, 10 സന്ധ്യ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 15 രാവിലെ 9:30 കഴിഞ്ഞ് 16, 17, 18, 19 ഉച്ചവരെയും, ശേഷം 21 ഉച്ചയ്ക്ക് ശേഷം 22, 23 സായാഹ്നം വരെയും. അത് കഴിഞ്ഞാൽ 25 രാത്രി 8 മണി കഴിഞ്ഞ് 26, 27 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തന രംഗത്ത് ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വളരെ ഗുണം കാണുന്നു. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയും അത് അധികാരികളുടെയും മേലധികാരികളുടെയും പൊതുവായ ഭരണകർത്താക്കളുടെയും ഒക്കെ മുമ്പിൽ വളരെ വലിയ ഒരു വിജയമായി മാറുകയും അവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുകയും ചെയ്യും. പ്രവർത്തന രംഗത്ത് ഇവർക്ക് ചിലപ്പോൾ പ്രൊമോഷൻ പോലുള്ള സാധ്യതകൾ ഉണ്ടാകാം. വരുമാനം വർദ്ധിക്കുമെന്ന് കാണുന്നു. അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടി കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് എത്ര വിജയമുണ്ടായാലും നിൽക്കണം എന്ന് പറയുന്നു. കാരണം ചില അപവാദങ്ങളോ ചില മോശപ്പെട്ട അവസ്ഥകളോ സ്ത്രീകളാൽ ഇവർക്ക് നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക്. സ്ത്രീകൾക്ക് തങ്ങളുടെ മേഖലയിൽ കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് അത്ര ദോഷം കാണുന്നില്ല. പ്രവർത്തനങ്ങളിൽ അവർക്ക് വിജയമുണ്ടാകുമെന്നും കാണുന്നു. അപവാദങ്ങളോ വിമർശനങ്ങളോ കൂടുതൽ ഏൽക്കേണ്ടി വരുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്കാണ്. ഇവരുടെ പിതാവിന് ചിലപ്പോൾ ചില ശാരീരിക അവശതകൾ ഉണ്ടാകാം. മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് മുമ്പ് ശാരീരികമായ അവശത കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രക്ഷാകർതൃസ്ഥാനത്തുള്ളവർക്കോ പിതാവിനോ അല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ട വളരെ കാരണവസ്ഥാനത്തുള്ളവർക്കോ നയനരോഗമോ ഹൃദയത്തിനെന്തെങ്കിലും ദോഷാവസ്ഥകളോ അതുമല്ലെങ്കിൽ പേശി സംബന്ധമായ ചലനശേഷിയെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകാം. നേരത്തെ തന്നെ ഇത്തരം അസുഖം ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ, ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിരുന്നത് ചിലപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ 2-ാം പകുതിയിലെ കൂടുതൽ അത് പോസിബിളായി സാധ്യതയുള്ളതായി മാറുന്നതായി കാണുന്നുള്ളൂ. അതിന് തൊട്ടു മുമ്പ് ചിലപ്പോൾ ചില തടസ്സങ്ങൾ ഇവരെ നിരാശപ്പെടുത്തുന്ന തരത്തിലാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് പോയി പഠിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദേശത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, അവിടെ ജോലിയുമുണ്ട്, പക്ഷേ അവിടുത്തെ ചില പ്രധാനപ്പെട്ട
കടമ്പകൾ കടക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിൽ ഇവർ നിരാശാഭരിതരാകാനും സാധ്യതയുണ്ട്. എന്നാൽ 10-ാം തീയതി അടുപ്പിച്ച്, പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൻ്റെ 10-ാം തീയതിക്ക് തൊട്ട് മുമ്പ്, അതായത് രണ്ടാം വാരത്തിനുള്ളിൽ തന്നെ ഇവർക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിയ ചില പ്രതീക്ഷകൾ ഉണ്ടാവുകയും രണ്ടാം വാരം തൊട്ട് അത് കൂടുതൽ ദീപ്തമാവുകയും പ്രകാശമാനമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആശങ്കകളും നിരാശകളും ഇവർക്ക് മാറ്റിവെക്കാൻ സാധിക്കും. വരുമാനത്തിന് വർധനവ് ഉണ്ടാകുന്നുണ്ട്, എന്നാൽ ചെലവും വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. കൃത്യമായൊരു ആസൂത്രണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോഴും കാണുന്നില്ല. തങ്ങളെ ഒരുപാട് പ്രതീക്ഷകൾ വച്ച് ചില കാര്യങ്ങൾക്ക് പണം മുടക്കുകയും എന്നാൽ ആ പണം മുടക്കുന്നതിനനുസരിച്ചുള്ള ഗുണം ആ വസ്തുവിനോ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കോ ഉണ്ടാവുകയില്ല എന്നും ഇവർ തിരിച്ചറിയുന്നുമുണ്ട്. എന്നാലും വീണ്ടും ഇതേ മണ്ടത്തരത്തിൽ തന്നെ ചെന്ന് ചാടുന്നതായി കാണുന്നു. അതുകൊണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ ക്രമീകരണത്തിലും ഇവർ ഏതെങ്കിലുമൊക്കെ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിലോ പണം മുടക്കി ചെയ്യുന്ന മറ്റേതെങ്കിലും ഏജൻസി പ്രവർത്തനങ്ങളിലോ ഇവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ത്വക്ക് സംബന്ധമായ അസുഖമാണ്, അലർജി സംബന്ധമായ അസുഖമാണ്. ഇതുവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പിതാവിനോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്കോ ചിലപ്പോൾ ചില സർജറികളെ നേരിടേണ്ടി വന്നേക്കുമെന്ന് കാണുന്നു. കാൽപാദങ്ങളിൽ വിള്ളൽ പോലെയോ കാൽ വിരലുകൾക്കിടയിൽ ഫംഗസ് ഇൻഫെക്ഷനോ ഒക്കെ വരാനുള്ള സാധ്യതയും ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്നതിനെ പറഞ്ഞുകൂടെങ്കിലും ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ഇവർക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിൽ മുഴുവൻ അത് കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ ഭയവും അനാവശ്യമായ ഈ മറ്റുള്ളവരെ, അതായത് ജീവിത പങ്കാളിയെ തന്നെ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഇവരുടെ ചില മാനസിക വിഭ്രാന്തികളുമൊക്കെ തന്നെ ചിലപ്പോൾ ചില കലഹത്തിലേക്കോ മാറി നിൽക്കലിലേക്കോ ഒക്കെ വന്നേക്കാം. അതുകൊണ്ട് അങ്ങേ അറ്റത്തെ ശ്രദ്ധയോടുകൂടി ജീവിത പങ്കാളിയോടൊത്തുള്ള ജീവിതം സൗമ്യതയോടുകൂടി കൊണ്ടുപോകണം. എപ്പോഴും തങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജീവിത പങ്കാളിയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഏർപ്പെടുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഇവർക്ക് കലഹത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെയുള്ള അകൽച്ചയിലോ ചെന്ന് അവസാനിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10 സന്ധ്യ വരെ, 8, 9, 10 സന്ധ്യ വരെ, 8, 9, 10, 11, 12 വരെയും താരതമ്യേന നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 17 ഉച്ചയ്ക്ക് ശേഷം 18, 19 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ 19, 17 ഉച്ചയ്ക്ക് ശേഷം 18, 19, 20, 21 ഉച്ചവരെയും, ശേഷം 23 സായാഹ്ന ശേഷം 24, 25 രാത്രി 8 മണി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29, 30 ഉച്ചവരെയും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങൾ ഉണ്ട് ഇവർക്ക് പലവിധ കാരണങ്ങളാൽ. എന്നാൽ ഈശ്വരാനുഗ്രഹം ഇവർക്ക് നന്നായി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പണം വരുന്ന കാര്യത്തിലും അവസരങ്ങൾ കിട്ടുന്ന കാര്യത്തിലും ഇവർക്ക് കൃത്യമായി ദേവീ കടാക്ഷവും ഈശ്വരൻ്റെ അനുഗ്രഹവും കാണുന്നുണ്ട്. ഏത് വെല്ലുവിളിയാർന്ന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാനും അതിനെ ഇവരുടെ തന്നെ ഒരു കർമ്മ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുവാനും സാധ്യമായ ഒരു മാനസിക അവസ്ഥ ഇപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം ഇപ്പോൾ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ അസൂയയ്ക്കും മറ്റുള്ളവരുടെ ചില ഇറിറ്റേഷനും ഒക്കെ സാധ്യതയുണ്ട് ഈ വ്യക്തിത്വങ്ങൾ. പ്രത്യേകിച്ച് തങ്ങളുടെ മതിപ്പ് വർദ്ധിക്കുന്നതായി തോന്നുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതായി കാണുന്നു. സ്ത്രീകൾ മുഖേന വിഷമമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക്. അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാർ മുഖേനയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ഭേദമന്യേ അപവാദങ്ങൾ കേൾക്കുവാനും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുവാനും മറ്റുള്ളവർ ശ്രമിക്കുന്നത് ഈ മാസത്തിലും വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇവരുടെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾ ഈ ഒരു കാരണത്താൽ, അല്ലെങ്കിൽ കുടുംബത്തിലെ തലമുതിർന്ന വ്യക്തികൾ ഈ ഒരു കാരണത്താൽ ചിങ്ങക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാരെ അവഗണിക്കുകയും
അവരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തേക്കാം. അതുപോലെ ചിങ്ങക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്കും അവരുടെ കുടുംബത്തിലെ സ്ത്രീകളാലും മറ്റ് ഉന്നത പദവിയിലിരിക്കുന്ന, അതായത് കാരണവസ്ഥാനത്തിരിക്കുന്ന പിതാവിന് തുല്യമോ പിതാവിനേക്കാൾ ശ്രേഷ്ഠരുമായ കാരണവസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളോ തറവാട്ടിലെ മൂപ്പ് അർഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ചിലപ്പോൾ അപമാനിതനാവാനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകാൻ ഉള്ള അവസ്ഥ കാണുന്നുണ്ട് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. തടസ്സങ്ങളും പ്രശ്നങ്ങളും സഹിക്കവയ്യാതെ ചിലപ്പോൾ ഇവർ ഇമോഷണലാകാം, വൈകാരികമാകാം, പൊട്ടിത്തെറിക്കാം. ചിലപ്പോൾ അത് വഴക്കിലോ കയ്യാങ്കളിയിലോ ഒക്കെ എത്താനുള്ള സാധ്യത ഏപ്രിൽ മാസത്തിൽ കാണുന്നു. പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിനും പ്രവർത്തനങ്ങളിലെ വിജയവും ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് മാത്രമായി ശ്രദ്ധ തിരിക്കുന്നതായിരിക്കും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ലത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ ഏപ്രിൽ മാസത്തിൻ്റെ ഒരു ഫലമെടുത്താൽ ഈ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണവും അതുപോലെ ദോഷവും പരസ്പരം മത്സരിച്ച് നിൽക്കുകയാണ് എന്ന് പറയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പക്ഷേ കലഹമോ പ്രശ്നങ്ങളോ ആവില്ല, മറിച്ച് രോഗാതുരമായ അവസ്ഥകളാകും. ഏതെങ്കിലും വിധത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ അലട്ടുക, അതിന് മരുന്ന് കഴിക്കുക, അതിനുവേണ്ടി പഥ്യമെടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി ചില സെലക്റ്റീവായിട്ടുള്ള ലൈഫ് മെത്തേഡ് സ്വീകരിക്കുക ഒക്കെ വരുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോവുക. ഇവരുടെ കീഴ്വയറിൻ്റെ ഭാഗം വേണ്ടത്ര ജലം കുടിക്കാതെ ശരീരം ഉഷ്ണിക്കുകയും അതുപോലെ തന്നെ ഉൾച്ചൂട് വർദ്ധിക്കുകയും ചിലപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നതായി കാണുന്നു. പൊതുവേ ചിങ്ങം രാശി ചൂടിൻ്റെ ഒരു രാശി ആയതിനാൽ ഇവരുടെ സ്വഭാവത്തിലും ചൂട് വർദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ ആന്തരിക ചൂട് വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും തന്നിലേക്കെടുത്ത് സ്വയം എപ്പോഴും ചുട്ട ഒരവസ്ഥയിൽ നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മോശം സമയം, പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാലും പകുതി വരെ സൂര്യൻ സഞ്ചരിക്കുന്നതിനാലും ഏകദേശം ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാലും ഇടപെടുന്ന കാര്യത്തിലും പ്രവർത്തിക്കുന്ന കാര്യത്തിലും അങ്ങേയറ്റത്തെ കൃത്യത വേണം. സ്വന്തം വാക്ക് തന്നെ ചിലപ്പോൾ ശത്രുവാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണം. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, തീ, ഇലക്ട്രിസിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി ദോഷമില്ല. പ്രവർത്തന രംഗത്ത് ഇവർക്ക് വളരെ അനുഗ്രഹം വരുന്നുമുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ദോഷമൊന്നും കാണുന്നില്ല. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം മേലധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ പ്രീതി സമ്പാദിക്കുവാനും ഇവർക്ക് സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5 വൈകുന്നേരം വരെയും 10-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 11, 12, 13, 14, 15 രാവിലെ 9:30 മണി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 19 ഉച്ച കഴിഞ്ഞ് 20, 21, 22, 23 സായാഹ്നം വരെയും, ശേഷം 25 രാത്രി 8 മണി കഴിഞ്ഞ് 26, 27 വരെയും ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി മികവ് വരാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യമായി നേടാനും വേണ്ടി തങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങൾ ഒരു ആത്മപരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഒരു വിദഗ്ധരുടെ ഉപദേശം വഴി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിലെ ആദ്യ വാരത്തിനുള്ളിൽ തന്നെ, 10-ാം തീയതിക്കുള്ളിൽ തന്നെ അത്തരം ചില ശ്രമങ്ങൾ നടത്തുന്നതായി കാണുന്നു. അതിൻ്റെ ഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ പകുതിക്ക് ശേഷമാണ് കൂടുതൽ കിട്ടുക. ഏപ്രിൽ പകുതിക്ക് ശേഷം ഇവർക്ക് ചിലപ്പോൾ മേലധികാരികളോടോ തങ്ങളുടെ സഹപ്രവർത്തകരോടോ ഒക്കെ അല്പം ഇടയേണ്ടി വരുമെങ്കിലും ഒടുവിൽ പ്രവർത്തനങ്ങളിലെ കാര്യപ്രാപ്തിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനക്ഷമതയും ഒക്കെ മനസ്സിലാക്കി തീർച്ചയായും ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ അനുമോദിക്കുകയും അവരുടെ ഭാഗത്തേക്ക് ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മാസത്തിൻ്റെ 2-ാം പകുതി പ്രവർത്തന സംബന്ധമായി കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. പ്രവർത്തന സംബന്ധമായി ഗുണകരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുടെ സാമ്പത്തിക നില ഈ മാസം പകുതിക്ക് ശേഷം കൂടുതൽ ഗുണകരമാകും എന്ന് വേണം ചിന്തിക്കാൻ. പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ചില സഹായങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും കന്നിക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളാൽ വളരെ അപ്രതീക്ഷിതമായി ചില സഹായങ്ങൾ കടന്നു വരാം. പ്രത്യേകിച്ച് വളരെ പ്രാപ്തിയുള്ള, ഭരണശേഷിയുള്ള,
ചിലപ്പോൾ പുരുഷ പ്രകൃതി എന്ന് വരെ പറയാൻ സാധ്യമാകുന്ന ചില സ്ത്രീ വ്യക്തിത്വങ്ങളിൽ നിന്ന് ഇവർക്ക് വലിയ സഹായങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. അത്തരം സഹായങ്ങളാൽ ഇവർക്ക് ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട ചില പ്രോജക്റ്റുകൾ ലഭിക്കുകയോ വിദേശത്ത് ജോലി ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുന്ന വ്യക്തികൾക്കും ഇത്തരം സ്ത്രീകൾ മുഖേന ചില സഹായങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുപോലെ മേലധികാരികളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഭരണതലങ്ങളിൽ ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ചേർന്നും ചിലപ്പോൾ ഇവർക്ക് ചില സഹായങ്ങൾ ഉണ്ടാകാം. എന്നാൽ അപ്രതീക്ഷിതമായി ഇത്തരം വ്യക്തികളോട്, പ്രത്യേകിച്ച് അധികാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വ്യക്തികളോട് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഇടയേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വളരെ തന്ത്രപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, ഏപ്രിൽ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം. അതുപോലെ ഇവരുടെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇവരുടെ പിതാവിനും ശാരീരികമായി അത്ര നല്ലതല്ല മാസം പകുതിക്ക് ശേഷം എന്ന് കാണുന്നു. എന്നാൽ പകുതിക്ക് മുമ്പ് ചിലപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി കാണുന്നുണ്ട്. ജീവിത പങ്കാളിയുടെ അടുത്തു നിന്നും സമീപത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതായി കാണാം. ചിലപ്പോൾ അത് പ്രവർത്തന സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ കലഹമോ പ്രശ്നങ്ങളോ മറ്റ് ദോഷങ്ങളോ ഉണ്ടാകുന്നതായി കാണാം. ഇതൊന്നുമല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകുക വഴി അവർ വീട്ടിൽ അവരുടെ സാന്നിധ്യം കുറയുന്നതായി കാണുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് ഈശ്വരാധീനം ഇവർക്കുണ്ട് എന്ന് കാണുന്നു. അതുപോലെ തന്നെ സ്വത്ത് വിഭജിച്ച് കിട്ടുന്നു, പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില കേസോ വഴക്കോ ഒക്കെ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. പക്ഷേ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അതൊക്കെ ഇവർ പരിഹരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ബന്ധത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഇവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ബന്ധത്തിൽപ്പെട്ട വളരെ കാരണവസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യനിലയ്ക്ക് ദോഷവും കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായി കന്നിക്കൂറിനെ കുറിച്ച് പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 5 വൈകുന്നേര ശേഷം 6, 7, 13, 14, 15 രാവിലെ 9:30 വരെയും 13, 14, 15, 16, 17 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 21 ഉച്ചയ്ക്ക് ശേഷം 22, 23, 24, 25 രാത്രി 8 മണിവരെയും ശേഷം 28, 29, 30 ഉച്ചവരെയും കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവർദ്ധനവിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും കാലം തന്നെയാണ്. ഈ ഏപ്രിൽ മാസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ 6-ലോട്ട് പോകുന്നു 10-ാം തീയതിക്ക് ശേഷം. അതുപോലെ സൂര്യൻ 7-ലോട്ട്, ശുക്രൻ ഓൾറെഡി അവിടെ തന്നെ നിൽക്കുകയാണ്. 19-ാം തീയതി വീണ്ടും അഷ്ടമരാശിയിലേക്ക്, ഇടവത്തിലേക്ക് പോകുന്നു. അപ്പോൾ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ വാരത്തിന് ശേഷം ഈ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്ന ചെറിയ ഒരു മന്ദഭാവം മാറുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ കഴിവനുസരിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഏപ്രിൽ ആദ്യ വാരത്തിൽ ചിലപ്പോൾ ഒരല്പം പരുങ്ങലിന് വിധേയമാകുന്നതായി കാണുന്നു. എന്നാൽ അതിനുശേഷം അവർക്ക് മാറ്റമുണ്ടാകുന്നു. തങ്ങൾക്കറിയാവുന്ന പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്ന ആ മന്ദീഭാവം മാറുന്നു. അതായത് ആ ഒരു തണുത്ത അവസ്ഥ മാറി, അവരുടെ ആലസ്യമൊക്കെ മാറി, കൂടുതൽ ആക്റ്റീവായി ഇവർ അവരുടെ കർമ്മരംഗത്ത് വികസിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ഇവരുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടതായി വന്നേക്കാം എന്ന് കാണുന്നു. അത് തീർച്ചയായും ഇവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവരുടെ വ്യാപാര സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടോ ആണ് എന്നും കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത അധികാരികളോ രാഷ്ട്രീയ ഭരണ മേഖലകളിലെ ഉന്നതരോ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നുണ്ട്. ചില പ്രത്യേക അവസ്ഥകളിൽ ഇവർക്ക് സാമ്പത്തിക സഹായമോ അതുമല്ലെങ്കിൽ ഇവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ചില സഹായങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ ഭരണതലത്തിലുള്ളവരിൽ നിന്ന് കിട്ടും എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം ഇവർക്ക് സ്വത്ത് സംബന്ധമായും ഭവന സംബന്ധമായും ചില ആശ്വാസങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. ചില വസ്തുക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ വക്കത്തു നിന്ന് ഇവർക്ക് തിരിച്ചു കിട്ടുന്നതായി കാണുന്നു. അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവിന് തുല്യമായോ അതിനേക്കാൾ വിലപിടിപ്പുള്ളതോ ആയ വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്നതിൻ്റെ തുടക്കമാവുന്നു ഏപ്രിൽ മാസം 19 ശേഷം.
തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് തന്നെ മതിപ്പുണ്ടാകുന്നൊരവസ്ഥ കാണുന്നുണ്ട് ഏപ്രിൽ മാസം അവസാന വാരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ ആശങ്കകളും ഭയങ്ങളുമൊക്കെ ഒന്നൊഴിയാതെ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളെ ചൊല്ലി ഇവർക്കുണ്ടായിരുന്ന ചില ആശങ്കകൾക്ക് അറുതി വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ഈശ്വരാധീനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവരുടെ സന്താനങ്ങൾ നേരത്തെ ഒരു നൈരാശ്യത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ അതിനൊക്കെ നല്ല മാറ്റം വരുന്നു. അവർ ഊർജ്ജസ്വലരാകുന്നു. തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇത്രയൊന്നും ഖിന്നത പെടേണ്ട കാര്യമില്ല എന്ന് അവർ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്കകൾക്കും മനപ്രയാസങ്ങൾക്കും കുറവുണ്ടാകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കോ പ്രവർത്തനങ്ങൾക്കോ ഉണ്ടായിരുന്ന തടസ്സം മാറുന്നു. ഉന്നത പഠനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും പച്ചക്കൊടി കാണുകയാണ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരം തന്നെയാണ്. ഗുണം കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. ആദ്യവാരം മാത്രമാണ് അല്പം ശ്രദ്ധിക്കേണ്ടത്. ചില ആശങ്കകൾ ഇവരെ ഏപ്രിൽ മാസം ആദ്യവാരം അല്പം തളർത്തിയേക്കാം എന്ന് കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ തുലാക്കൂൽപ്പെട്ട സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമായ എന്തെങ്കിലും വിഷമങ്ങൾ നേരിടേണ്ടി വരുന്നതായോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കാണെങ്കിൽ മൂത്രാശയ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. ഉദരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത പുരുഷന്മാർക്ക് കൃത്യമായി കാണുന്നുണ്ട്. ഏപ്രിൽ പകുതിക്ക് ശേഷം ജീവിത പങ്കാളിയുടെ അസുഖവും ഇവർക്ക് മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3, 4, 5 വൈകുന്നേരം വരെയും അത് കഴിഞ്ഞാൽ 8, 9, 10 സന്ധ്യ വരെയും ശേഷം 15 രാവിലെ 9:30 കഴിഞ്ഞ് 16, 17, 18, 19 ഉച്ചവരെയും അത് കഴിഞ്ഞാൽ 23 സായാഹ്ന ശേഷം 24, 25 രാത്രി 8 മണി വരെയും. രാത്രി 8 മണി വരെ അല്ല, 23 സായാഹ്ന ശേഷം 24, 25, 26, 27 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഗുണവും കുടുംബത്തിൽ നിന്ന് ഇവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ സഹായം വരുന്നതായും കാണുന്നു. എന്നാൽ കുടുംബം എന്ന് പറയുമ്പോൾ ഇവരുടെ മാതാവിൻ്റെ കുടുംബവും അതുപോലെ തന്നെ പിതാവിൻ്റെ കുടുംബവുമൊക്കെ ഇവരെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ അകമഴിഞ്ഞ് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ചില പഴയ കലഹങ്ങളുടെ തുടർച്ചയാവാം, അതല്ലെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ചില സംശയ രോഗങ്ങളെ പശ്ചാത്തലപ്പെടുത്തിയാവാം, അതൊന്നുമല്ലെങ്കിൽ തങ്ങളുടെ തിരക്ക് കാരണം ജീവിത പങ്കാളിക്ക് വേണ്ടത്ര പരിഗണന നൽകാൻ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കം വർദ്ധിക്കുന്നതുമാകാം. എന്തായാലും ഏപ്രിൽ മാസത്തിൽ പൊതുവെ ഒന്നുകിൽ ദാമ്പത്യ സംബന്ധമായ ചില അസ്വാരസ്യങ്ങളിലൂടെ കടന്നു പോവുക, അതല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക. അപ്പോഴും ജീവിത പങ്കാളിയെ അവരുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത്തരം ഒരവസ്ഥ നേരിടേണ്ടി വരുമെന്നേ കാണുന്നുള്ളൂ. ഇതൊന്നും വളരെ ഗൗരവതരമുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലായിടത്തും നടക്കുന്നതൊക്കെ തന്നെയാണ്. ചിലർ ഇതിനെ വലിയ ചില പ്രശ്നങ്ങളാക്കും. നിസ്സാര പ്രശ്നങ്ങളാണല്ലോ ചിലപ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറുന്നത്. തക്ക സമയത്ത് കൃത്യമായ പരിഹാരത്തിലൂടെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ലഘുവാക്കി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ അതിന് പലരും ഈഗോ കൊണ്ടും മറ്റു പല ക്ലാഷ് കൊണ്ടും സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുക. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദരത്തിന് പുളിച്ചു തീട്ടലിൻ്റെ അസുഖമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരാം. അതുകൊണ്ട് വളരെ എരിവുള്ളതോ പുളിയുള്ളതോ ആയ വസ്തുക്കൾ കഴിക്കാതിരിക്കുക. മദ്യം ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ലിവർ പോലുള്ള ശാരീരിക ഭാഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാനുഗ്രഹം പണത്തിൻ്റെ രൂപത്തിൽ എന്തായാലും ഈ മാസം ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. ഇവരുടെ സംരംഭങ്ങളിൽ ആക്ഷേപം ഉന്നയിക്കുകയും പരിഹാസം ഉന്നയിക്കുകയും ചെയ്തിട്ട് മാറി നിന്ന വ്യക്തികൾ ഈ പ്രവർത്തനങ്ങളിലെ വിജയസാധ്യത കണ്ട് തിരിച്ചു വരുന്നതായി കാണുന്നു. അവരുടെ സാമ്പത്തിക സഹായം ലഭിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മാസത്തിൽ ശത്രുക്കൾ മിത്രങ്ങളായി വരുന്നു. അതുപോലെ
നേരത്തെ ഞാൻ പറഞ്ഞ ചില അസ്വസ്ഥതകൾ പറഞ്ഞല്ലോ, ഉദരസംബന്ധമായി. നേരത്തെ ഈ ഉദരസംബന്ധമായ അസുഖമുണ്ടായിരുന്നവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്, പ്രത്യേകിച്ചും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള അസുഖങ്ങൾ. എന്നാൽ ലഹരി ഉപയോഗിക്കുക, ആസുര ജീവിതം നയിക്കുക, അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന ആന്തരിക ഉദര ശാരീരിക ഭാഗങ്ങൾ, എന്നാൽ ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ ആസുര ജീവിതം നയിക്കുക തുടങ്ങിയ വ്യക്തികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ഉദര ആന്തരിക അവയവങ്ങൾക്കുണ്ടാകാവുന്ന അവസ്ഥകൾക്ക് ഈ മാസത്തിൽ വലിയ പരിഹാരം കാണുന്നില്ല. അതുകൊണ്ട് അത്തരം വ്യക്തികൾ വളരെ കരുതലോടെ ജീവിക്കുക എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കൃത്യമായ മെഡിക്കേഷൻ എടുക്കുക. ചിലർക്കെങ്കിലും ചിലപ്പോൾ മാസം പ്രത്യേകിച്ച് 2-ാം തീയതിക്ക് ശേഷം, അതായത് ഏപ്രിൽ മാസത്തിൽ ശസ്ത്രക്രിയ നേരിടേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അവർ വളരെ ശ്രദ്ധ എടുക്കുന്നതായിരിക്കും നല്ലത്. വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏപ്രിൽ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 5 വൈകുന്നേരം, 6, 7, അത് കഴിഞ്ഞാൽ 10 സന്ധ്യ കഴിഞ്ഞ് 11, 12, 17 ഉച്ചയ്ക്ക് ശേഷം 18, 19, 20, 21 ഉച്ചവരെ, ശേഷം 25 രാത്രി 8 മണി കഴിഞ്ഞ് 26, 27, 28, 29, 30-ാം തീയതി ഉച്ചവരെയും ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. അനുഗ്രഹത്തിൻ്റെ ഒരു മാസമായി വേണം തീർച്ചയായും ഈ ഒരു മാസത്തെ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണേണ്ടത്. കാരണം അവർക്ക് ഈശ്വരാനുഗ്രഹത്തിൻ്റെ വഴികൾ കൃത്യമായി കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാവണം. പ്രത്യേകിച്ച് മാസത്തിൻ്റെ 3-ാമത്തെ വാരത്തിനകത്ത്, ഏപ്രിൽ മാസത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുമെന്ന് കാണുന്നുണ്ട്. അത് സാമ്പത്തികത്തിൻ്റെ രൂപത്തിലായാലും ശരി, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ വീടോ ഭൂമിയോ വാങ്ങുന്ന കാര്യത്തിലായാലും ശരി, വാഹനം വാങ്ങുന്ന കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ആകർഷകമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നേടുന്നതിലോ വീട്ടുപകരണങ്ങൾ നേടുന്നതിലോ ഒക്കെ ആവാം. ദാമ്പത്യത്തിലെ കല്ലുകടിക്കൊരു പരിഹാരം ഉണ്ടാകുന്നതായി കാണുന്നു. ചിലർക്കെങ്കിലും ചിലപ്പോൾ വലിയൊരു ക്ലാഷിനൊക്കെ ശേഷം വീണ്ടും ഒരു സമാഗമം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ പൊതുവെ ഇവർ ആഗ്രഹിക്കുന്ന, ഇവരുടെ ആശ്രിതർക്ക്, ഇവരുടെ മക്കൾക്ക്, ഏറ്റവും വേണ്ടപ്പെട്ടവരെ ചൊല്ലിയുള്ള ഇവരുടെ ആശങ്കകൾക്കൊരു പരിഹാരമുണ്ടാകുന്നതായി കാണുന്നു. അവരുടെ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയോ പഠനമോ, അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പുരോഗതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാറ്റമോ ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ സഹോദരസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് ഉണ്ടായിട്ടുള്ള ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെട്ട ഇവരുടെ ചില അടുത്ത ബന്ധുക്കൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു ഏപ്രിൽ മാസത്തിൽ. എന്നാൽ മാതാവിനൊരു ശസ്ത്രക്രിയ നേരിടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. വാഹനം അതൊരു അപകടത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം വലിയ താഴ്വാരങ്ങൾ, അതുപോലെ മലനിരകൾ ഈ ഭാഗത്തുകൂടെ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ പിക്നിക്ക് പോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും അവിടെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കുക, ലിമിറ്റ് ചെയ്ത സ്പീഡിൽ പോവുക, അത് പ്രത്യേകം പറയുന്നു. മാതാവുമൊത്ത് സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പ്രത്യേകിച്ചും ജലാശയങ്ങളോട് ചേർന്നോ അല്ലെങ്കിൽ പുഴയ്ക്കോ കുളത്തിനോ ഒക്കെ അടുത്ത് വീടുള്ള ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം എന്ന് കാണുന്നു. ത്വക്ക് സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമോ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ ബാത്ത് ടബിൽ കുളിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ചും ഒരു പ്രായം കഴിഞ്ഞിട്ട്, അതൊക്കെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവരുടെ മാതൃസ്ഥാനത്തുള്ള വ്യക്തികൾക്കും ദോഷകരമായിട്ട് കാണുന്നുണ്ട് ഈ മാസത്തിൽ. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 23 വരെ അത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടുകൾക്ക് മാറ്റം വരുന്നതായി കാണുന്നു. പിന്നെ തൊഴിൽ സ്ഥലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്നതായി കാണുന്നുണ്ട്. ചിലപ്പോൾ തൊഴിൽ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾക്ക് അറുതി വരാനായി ഇവർ കോടതിയെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംരക്ഷകരെയോ തേടിച്ചെല്ലാമെന്ന് കാണുന്നുണ്ട്. അവരുടെ ഇടപെടൽ കൊണ്ടൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ഏതായാലും കർമ്മരംഗത്ത് ഇവർക്ക് സമാധാനം ഉണ്ട് എന്ന് കാണുന്നു. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് കഷ്ടപ്പാടും വിമർശനവും ഉണ്ടായിരിക്കുന്നത് ഇവരെ ചൊല്ലിയല്ല, മറിച്ച് മറ്റു ചിലരുടെ അസൂയയോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ഇവരുടെ മേലുള്ള പകയോ ഒക്കെ തീർക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. കൃത്യമായി തങ്ങളുടെ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തൊരു ദോഷവുമില്ല. പക്ഷേ ആശങ്കപ്പെടുന്ന ഒരു മനസ്സെപ്പോഴും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ആരുടെയെങ്കിലുമൊക്കെ വാക്കുകൾക്കോ ദുഷ്ടവാക്കുകൾക്കോ
കടുത്ത നോട്ടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകും. അത് മാറ്റുക, അതിന് പ്രാർത്ഥന, മനസ്സിന് ബലം കൊടുക്കുക. തീർച്ചയായും കർമ്മരംഗത്ത് ഇവർക്കുണ്ടായിരിക്കുന്ന ഇത്തരം പൊല്ലാപ്പുകൾക്ക് അറുതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് അനുഗ്രഹമുണ്ടാകുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, മാതാവുമൊത്തുള്ള യാത്ര. അതുപോലെ ഇവർക്ക് തന്നെ ഹൃദയത്തിൻ്റെയും ഉദരത്തിൻ്റെയും ഇടയ്ക്കുള്ള ആ ഡിഫറൻസ് ഏരിയയിൽ വളരെ ശ്രദ്ധ വേണം. അവിടെ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ ഹൃദയത്തിന് പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ ഇവരെ ശല്യപ്പെടുത്താമെന്ന് കാണുന്നുണ്ട്. പിന്നെ അലർജി അസുഖങ്ങൾക്കും സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 വൈകുന്നേരം വരെയും ശേഷം 8, 9, 10 സന്ധ്യ വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 17 ഉച്ചയ്ക്ക് ശേഷം, അത് കഴിഞ്ഞാൽ പിന്നെ 13, 14, 15 രാവിലെ 9:30 വരെയും, അത് കഴിഞ്ഞാൽ 19 ഉച്ച കഴിഞ്ഞ് 20, 21, 22, 23 സായാഹ്നം വരെയും, ശേഷം 28, 29, 30 തീയതി ഉച്ചവരെയും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമാന്യം ഭേദപ്പെട്ട ദിവസങ്ങളായിരിക്കും. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ചില പുരോഗതികൾ ഉണ്ടാകത്തക്കവണ്ണം സാമ്പത്തികമായ നേട്ടം, കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ പുതിയ ഉപകരണങ്ങൾ വാങ്ങുക, വീട്ടുപകരണങ്ങൾ വാങ്ങുക, അടുക്കള കൂടുതൽ പ്രായോഗികവും മനോഹരവുമാക്കുക, നല്ല ഭക്ഷണം കഴിക്കാൻ സാധ്യതയുള്ള തരത്തിൽ ഗ്രഹാന്തരീക്ഷവും അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കാനുമൊക്കെയുള്ള മനസ്സുണ്ടാവുക, കുടുംബത്തിനോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിത പങ്കാളിയെയും മക്കളെയും സ്നേഹിക്കുക, മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും മാതാവിൻ്റെ പരിചരണത്തിലുമൊക്കെ വലിയ ശ്രദ്ധ ചെലുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മകരക്കൂറിൽ കാണുന്നുണ്ട്. പൊതുവേ സ്വന്തം ജനിച്ച കുടുംബത്തോടും തൻ്റെ തന്നെ സ്വന്തം കുടുംബത്തോടുമൊക്കെ കൂടുതൽ ആഭിമുഖ്യം, സ്നേഹവായ്പ് ഇതൊക്കെ പുലർത്തുന്നതായി കാണുന്നു. അവർക്ക് വേണ്ടി പണം മുടക്കുന്നതായി കാണുന്നു. സമൂഹത്തിൽ ഇടപെടുന്ന വ്യക്തികളുമായൊക്കെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിൽ പോകുന്ന സ്ഥലത്തുമൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാന്യത കൈവരിക്കാനും മറ്റുള്ളവരുടെ ഇംപ്രഷൻ നേടിയെടുക്കാനും സാധിക്കുന്നു. സാമ്പത്തികമായ ഗുണം ഇവർക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇവരിൽ കഴിവുള്ളവർ ആ കഴിവ് ഉപയോഗിച്ച് ഇവരുടെ സാമ്പത്തികം വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു. അതല്ലാത്തവർ കൃത്യമായി തങ്ങളുടെ ജോലി ഏറ്റവും നന്നായി ചെയ്ത് അവർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. സഹോദര സ്ഥാനത്തുള്ളവർ ഇവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ, ബന്ധുക്കൾ ഇതൊക്കെ സഹായിക്കുന്നതായി കാണുന്നു. സഹോദര സ്ഥാനത്തുള്ളവർക്ക് നട്ടെല്ല് സംബന്ധമായോ മുതുകിനോ എന്തെങ്കിലും അസുഖമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ണിനോ ഹൃദയത്തിനോ അസുഖമുണ്ടാകാം. ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും ഇതൊക്കെ നേരിടേണ്ടി വന്നേക്കാം. എന്തായാലും ചില കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളോടും സ്വന്തം കുടുംബത്തോടും മാതാവിനോടുമൊക്കെ അല്ലെങ്കിൽ രക്ഷാകർതൃസ്ഥാനത്തുള്ളവരോടുമൊക്കെ ഇവരുടെ ഒരു ചായ്വ് ഇപ്പോൾ വളരെ ഫലവത്താണ്. അത് വളരെ ഗുണത്തെ ചെയ്യുന്നു, മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു. അതുപോലെ അനിഷ്ടകരമായ ഒരു കാര്യം പണം ഉപയോഗിക്കുന്ന കാര്യത്തിലാണ്. പണം അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക. ചിലപ്പോൾ അത് കബളിപ്പിക്കപ്പെട്ടെന്നിരിക്കാം പണം, അല്ലെങ്കിൽ അതിന് മോഷണം വന്നെന്നിരിക്കാം, പണം ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയെന്നിരിക്കാം. ഇപ്പോഴത്തെ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞാൽ മോഷ്ടാക്കൾ വന്ന് കൈക്കലാക്കുന്നതിനേക്കാൾ കൂടുതൽ കൃത്യമായി നമ്മുടെ തന്നെ അറിവോടുകൂടി ക്ലീനായി നമ്മളെ പറ്റിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെന്ന് പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. യാത്ര കൂടുതലായി ചെയ്യേണ്ടി വരുമെന്ന് കാണുന്നു. അതുപോലെ ഉദര രോഗത്തിന് സാധ്യതയുണ്ട്. പിന്നെ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഇപ്പോൾ ഇവർക്കുണ്ട്. എന്നാൽ ശത്രു, തടസ്സം ഇതൊക്കെ ഇവരുടെ കൂടെ ഉണ്ടെന്നും ഇൻറ്റേണലായി, ആഭ്യന്തരമായി, ആന്തരികമായി എന്തെങ്കിലുമൊക്കെ ശാരീരിക കുറവുകൾ, ബലക്കുറവുകൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് കൃത്യമായി എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വിദഗ്ധരെ കണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഏപ്രിൽ മാസത്തിൽ സാമ്പത്തിക നേട്ടവും കുടുംബത്തോട് അങ്ങേയറ്റം ചേർന്നു എന്നുള്ള പ്രവർത്തനവും എവിടെ തങ്ങുന്നു അവിടെല്ലാം, ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അവസ്ഥയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഗുണകരം തന്നെയാണ്. പണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വേണം, പണം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ രോഗം സഹോദരസ്ഥാനത്തുള്ളവർക്കും ബന്ധുക്കൾക്കുമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇവർക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ രോഗാവസ്ഥകളോ വരാം. അതുകൊണ്ട് കരുതലോടുകൂടി ജീവിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3, 4, 5, 6, 7, 10 സന്ധ്യ കഴിഞ്ഞ് 11, 12, 15 രാവിലെ 9:30 ശേഷം 16, 17
ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 21 ഉച്ചയ്ക്ക് ശേഷം 22, 23, 24, 25 രാത്രി 8 മണിവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം രണ്ടാമത്തെ പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. കുടുംബം, സന്താനങ്ങൾ, ഇവർക്ക് വേണ്ടി പണം കൊടുക്കുക, അവരുടെ ക്ഷേമങ്ങളിൽ, അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളിൽ എപ്പോഴും ചേർന്നു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നത്. അത് കുടുംബമുള്ളവരും കുടുംബത്തെ സ്നേഹിക്കുന്നവരും. എന്നാൽ ഈ കുംഭക്കൂറിൽപ്പെട്ട ഏകാകിനികളോ ആയ വ്യക്തികളാണെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട അവരുടെ വ്യക്തികളെ സഹായിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു അനുഗ്രഹം പണത്തിൻ്റെ രൂപത്തിലും അവരുടെ കഴിവിൻ്റെ രൂപത്തിലുമൊക്കെ വന്ന് അണയുന്ന ദിവസങ്ങളാണ് ഏപ്രിൽ മാസത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ, ഇവരുടെ പണമുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ വളരെ തിളക്കമുള്ളതായി മാറുന്നു. അതുകൊണ്ട് പണം ഇവരിലേക്ക് ഒഴുകി വരുന്നു. അതിവർ ഒരിക്കലും അനാമത്തായി കളയുന്നില്ല. അർഹതപ്പെട്ട വ്യക്തികൾക്ക്, പണം ആവശ്യമുള്ള വ്യക്തികൾക്ക്, സഹായം ആവശ്യമുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അതിവർ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുംഭക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർ അവരുടെ മക്കളുടെ കുടുംബജീവിതം ഏറ്റവും നന്നായി മാറ്റാൻ വേണ്ടി, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളോ വിഘ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ സ്വന്തം പ്രവർത്തനങ്ങളിൽ ഇവർക്കിപ്പോൾ കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ആദ്യ വാരത്തിന് ശേഷം ഇവർക്ക് തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുകയും ഇവരുടെ ഈ മികവ് മേലധികാരികളും സഹപ്രവർത്തകരും കണ്ടെത്തുകയും അതിൽ നിന്ന് ഇവർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് കുറച്ചുകൂടി ഒരു സുരക്ഷിതത്വം അല്ലെങ്കിൽ ഉറപ്പ് ഇതൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അത് സാമ്പത്തിക വരവായി മാറുന്നതായിട്ടാണ് കാണുന്നത്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ നല്ല സഹായിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഉന്നത വ്യക്തികൾ, ഭരണ വകുപ്പിലെ ഉന്നത വ്യക്തികൾ അതൊക്കെ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ചില അടിപിടി കേസുമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പോലീസ് സ്റ്റേഷനോ നീതി വകുപ്പുകളുമായി ബന്ധപ്പെട്ടോ ഇടപഴകേണ്ടി വന്നേക്കാം. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സ്വഭാവ വൈകൃതം കൊണ്ടല്ല ഇങ്ങനെ പോകേണ്ടി വരുന്നത്, മറിച്ച് ഒരു ജ്യോതിഷവിധി അങ്ങനെയുണ്ടെങ്കിൽ പേരിനെങ്കിലും ആ പരിസരത്തോ അവിടെയോ ചെന്ന് നിൽക്കേണ്ടി വരും, അവരുമായി സംസാരിക്കേണ്ടി വരുമെന്നൊക്കെ കാണുന്നുണ്ട്. അത് ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ വികാരാവേശം കൊണ്ട് ഒന്നിലും ചെന്ന് ഇടപെട്ട് കളയരുത്. എല്ലാത്തിനും പക്വതയാണ് പ്രധാനം. ഇത് തന്നെ ചിലപ്പോൾ ഇവർ അയൽക്കാരോടോ മറ്റു വ്യക്തികളോടോ കാണിക്കാം. അതുകൊണ്ട് കലഹത്തിന് സാധ്യത കാണുന്നു. അപ്പോൾ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. മുഖത്തിന് എന്തെങ്കിലും അസുഖമോ രോഗാവസ്ഥകളോ അടിയോ ഇടിയോ അല്ലെങ്കിൽ വെയിറ്റുള്ള വസ്തുക്കൾ കൊണ്ടുള്ള താടനമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പല്ല്, മൂക്ക്, നാക്ക്, ചെവി, തൊണ്ട ഈ ഭാഗങ്ങൾക്ക് വളരെ കരുതൽ കൊടുക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുക. പ്രത്യേകിച്ചും 2 വീലർ ധരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം അനുകൂലമായതിനാൽ ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഏപ്രിൽ മാസത്തിൽ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 5-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 6, 7, 8, 9, 10, 13, 14, 15 രാവിലെ 9:30 വരെയും, അതിനുശേഷം 17 ഉച്ചയ്ക്ക് ശേഷം 18, 19 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 23 സായാഹ്ന ശേഷം 24, 25 രാത്രി 25, 26, 27 ദിവസങ്ങളും താരതമ്യേന നല്ല ദിവസങ്ങളാണ് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാലമാണ്. ഏപ്രിൽ മാസത്തിൽ പൊതുവെ ഇവർക്ക് സാമ്പത്തിക നേട്ടം നല്ലവണ്ണം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ഇവരുടെ കർമ്മരംഗത്ത് വളരെ വലിയ വിജയം കാണുന്നുണ്ട്. തങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലുമൊക്കെ വലിയ ഈശ്വരാധീനം, ദേവീകടാക്ഷം ഇവർക്കുണ്ടാകുന്നു. ആളുകൾ ഇവരുടെ
വർത്തമാനത്തിൻ്റെ സൗമ്യതയിലും ആകർഷകത്വത്തിലും വീണ് തീർച്ചയായിട്ടും ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് സൗമ്യമായ വർത്തമാനവും ഗുണവും ഉണ്ടാകുന്നു. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ത്രീകളാൽ ഈ മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് വലിയ സഹായം വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മീനക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ വരുമാനം വന്നു തുടങ്ങുകയോ ചെയ്യുമെന്ന് കാണുന്നു. ഡയബറ്റിക്സ് അസുഖമുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അവർക്ക് ഉദരഭാഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഹിപ്പിൻ്റെയോ വസ്തിപ്രദേശത്തോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവേ സമാധാനവും ഐശ്വര്യവുമൊക്കെ ഉണ്ട്. കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയൊക്കെ ചെയ്യും. എന്നാൽ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കാം, പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ. അതുപോലെ ശത്രുക്കളിൽ നിന്ന് പോലും ഇപ്പോൾ ഇവർക്ക് ചില സഹായങ്ങൾ വരുന്നതായി കാണുന്നുണ്ട്. വിദേശത്തു നിന്ന് ധനസഹായം വരുന്നതായി കാണുന്നു. പ്രവർത്തനങ്ങളിലെ ഇവരുടെ മികവ് ഇവർക്ക് മേലധികാരികളുടെയും സഹപ്രവർത്തകങ്ങളുടെയും പ്രശംസയ്ക്കും തങ്ങളുടെ തൊഴിലിന് കൂടുതൽ നേട്ടം കിട്ടാവുന്ന അവസ്ഥയിലേക്ക് മാറ്റി വയ്ക്കുന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് നല്ല ഈശ്വരാധീനമുണ്ട്. എഴുത്ത് അല്ലെങ്കിൽ വാക്കുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ അതൊക്കെ വളരെ നല്ല ഒരു അവസ്ഥയാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ഇവരുടെ അറിവ് വളരെ വലിയ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ സഹായമായി മാറുന്നതായി കാണുന്നു. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടത്തിനുമൊക്കെ ഇട നൽകുന്നുണ്ട്. ശരീരം ശ്രദ്ധിക്കണം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, സാഹസിക കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വളരെ ശ്രദ്ധ വേണം. ഒന്നാമതേ ജന്മശനിയാണ്. അതിൻ്റെ കൂടെ ഏപ്രിൽ മാസത്തിൽ മുഴുവൻ ചൊവ്വ നിൽക്കുന്നുണ്ട് മീനം രാശിയിൽ തന്നെ. മാത്രമല്ല സൂര്യൻ പകുതി വരെ നിൽക്കുന്നുണ്ട്. എല്ലാം പാപഗ്രഹങ്ങളുടെ ഇഫക്റ്റാണ് നൽകുക. അതുകൊണ്ട് വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ ഈ ഭാഗത്ത് പ്രശ്നങ്ങൾ, അപകട സാധ്യതകൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ഭൗതിക ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമായതിനാൽ ഇവരുടെ ഇത്തരം ഇടപെടലുകൾക്കൊന്നും ഭംഗം വരുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ വരില്ല. ഈശ്വരൻ അങ്ങനെ ഒരു ദുർവിധി കൊടുക്കില്ല എന്ന് വേണം ചിന്തിക്കാൻ. ധനപരമായി നേട്ടം, പ്രവർത്തനങ്ങളിലും വിജയമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിലെ തടസ്സങ്ങളൊക്കെ മാറുന്നു. സന്താനങ്ങൾക്ക് ഗുണവും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 8, 9, 10 8, 9, 10, 11, 12, 15 രാവിലെ 9:30 ശേഷം 16, 17 ഉച്ചവരെ, 19 ഉച്ച കഴിഞ്ഞ് 20, 21 ഉച്ചവരെ, ശേഷം 25 രാത്രി 8 മണി കഴിഞ്ഞ് 26, 27, 28, 29, 30 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരങ്ങൾക്ക് ശനിയാഴ്ച വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ശരിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ശനിദേവനോ അയ്യപ്പസ്വാമിക്കോ ധർമ്മശാസ്താവിനോ നീരാഞ്ജനം കഴിപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വിഷ്ണു ഭഗവാനെ പ്രകീർത്തിക്കുക, സ്തുതിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസ നിവേദ്യം നടത്തുക. ഇതെല്ലാം വ്യാഴദോഷ പരിഹാരത്തിന് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ കർമ്മമാണ്. ഓം ഗം ഗണപതേ നമ എന്ന് ജപിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. നാളികേരം ഉടയ്ക്കുക. ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. ഓം നാഗായ നമ എന്ന് ജപിക്കാം. നാഗദോഷ പരിഹാരങ്ങൾക്ക് നാഗങ്ങൾക്ക് 100 പാലും നൽകാം. എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു മാസമാവട്ടെ ഏപ്രിൽ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.